നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിന്റെ 3rd ചാപ്റ്ററായ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടൈപ്സ് ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മെട്രിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ഏതാണെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. എന്താണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്? പേര് പോലെ തന്നെ കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിൽ ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം, ഒറ്റ കോളം ഉണ്ടാവാൻ പാടുള്ളൂ. റോസ് എത്ര വേണമെങ്കിലും ആവാം. ഇപ്പൊ ഈ ഒരു മെട്രിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരൊറ്റ കോളം ഉള്ളൂ. ആ സമയം 1 2 3 4 റോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു 4/1 മെട്രിക്സ് ആണ്. ഒരു കോളം മെട്രിക്സിന്റെ എപ്പോഴും 2/1 അല്ലെങ്കിൽ 3/1 അങ്ങനെ ആയിരിക്കും അതിന്റെ ഓർഡർ ഉണ്ടാവുക. കാരണം കോളം എപ്പോഴും 1 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. ഈ കോളം മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ റോ മെട്രിക്സ്. ഇതിലും എന്ത് തന്നെ ഉണ്ടാവുള്ളൂ, ഇറ്റ് ഹാസ് ഓൺലി 1 റോ. കണ്ടോ, ഇതിൽ നോക്കിയേ ഒരൊറ്റ റോയേ ഉള്ളൂ, പക്ഷെ കോളം 1 2 3 4 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1/4 ആ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് 1/2 1/3 അല്ലെ, ജനറൽ ആയിട്ട് നമുക്ക് 1/n എന്ന് പറയാം. ഈ ഒരു ഓർഡറിൽ വരുന്നതെല്ലാം എന്തായിരിക്കും? റോ മെട്രിക്സുകളായിരിക്കും. ഇനി അടുത്തതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. ഇറ്റ് ഈസ് സെഡ് ടു ബി സ്ക്വയർ മെട്രിക്സ്. അതായത് എത്ര റോ ഉണ്ടോ അത്ര തന്നെ കോളംസും വേണം. ഇപ്പൊ 2 റോ ആണെങ്കിൽ 2 കോളംസ്, 3 ആണെങ്കിൽ 3. ആ രണ്ട് നമ്പറും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്കൊരു 2/2 മെട്രിക്സ് പറയാം, അല്ലെങ്കിൽ ഒരു 3/3, അല്ലെങ്കിൽ 4/4. അതാണ് നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് ഈ സ്ക്വയർ മെട്രിക്സ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നതില് 1 2 3 റോസ് ഉണ്ട്, അതുപോലെ 1 2 3 കോളംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ 3 എന്ന് പറഞ്ഞാലും മതി. 3/3 എന്ന് പറയുന്നതിന് പകരം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓർഡർ 3 എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഡയഗണൽ മെട്രിക്സ് ആവുന്നതിന് മുമ്പ് ആ മെട്രിക്സ് എന്തായിരിക്കണം? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതായത് റോയും അതുപോലെ തന്നെ കോളംസും ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. പക്ഷെ അവിടെ എന്താണ്? ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. അതായത് നമ്മളിപ്പോ ഒരു മെട്രിക്സ് എഴുതിയെന്ന് വിചാരിക്കും. പിന്നെ അവിടെ ഒരു മെട്രിക്സ് കാണിച്ചു തരാം. 1 2 3 4 5 -1 6 4 1. വെറുതെ ജസ്റ്റ് ഒരു മെട്രിക്സ് നമ്മൾ എഴുതി. ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലേ. ഇതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ് ഇത്. അപ്പൊ ഇതിലെ ഇങ്ങനെ കാണുന്നതാണ് എന്ത്? കണ്ടോ, ഒരു ഡയഗണൽ പോലെ. അത് നമ്മൾ ഇവിടുന്ന് തന്നെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ തിരിച്ചു വരയ്ക്കരുത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ മെട്രിക്സിന്റെ ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണലില് എന്തായിരിക്കണം? നമുക്ക് എലമെന്റ്സ് വേണം, നോൺ സീറോ എലമെന്റ്സ്. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ കണ്ടു ഇവിടെ. ഈ ബാക്കി ഇവിടെ താഴത്ത് 3 മുകളിൽ 3, അതെല്ലാം 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ഡയഗണൽ മെട്രിസസ് എന്ന് പറയാ. കണ്ടോ, ഒരു 2/2 അല്ലെങ്കിൽ 3/3 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഡയഗണലിലെ എലമെന്റ്സ് വേണം, നോൺ സീറോ എലമെന്റ്സ്. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? നോൺ ഡയഗണൽ എലമെന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം 0 ആയിരിക്കണം. അതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കേലാർ മെട്രിക്സ്? ഈ ഡയഗണൽ മെട്രിക്സിനെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ ഈ ഡയഗണലിൽ നമ്മൾ എലമെന്റ്സ് വേണമെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, എല്ലാം √3 ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0. ഇവിടെ നോക്കിയേ, എല്ലാം -1 ആണ്. ഡയഗണൽ എല്ലാം എന്താ വന്നിരിക്കണേ? -1 ആണ്. ബാക്കിയുള്ളതെല്ലാം 0. അപ്പൊ ഡയഗണൽ മെട്രിക്സിലെ ആ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഇനി എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സ്ക്വയർ മെട്രിക്സിൽ തന്നെ നമ്മൾ ഡയഗണൽ പറഞ്ഞുല്ലോ, ആ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം. കണ്ടോ, എല്ലാം 1 ആയിരിക്കണം. അപ്പൊ ഇതൊരു ഇതെല്ലാം സ്ക്വയർ മെട്രിക്സിൽ നമ്മൾ ചെയ്യേണ്ടത്. സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, ഇതിലെല്ലാം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ് കേട്ടോ. സ്ക്വയർ മെട്രിക്സുകളാണ്. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. നമുക്ക് 2/2 3/3 അങ്ങനെ ഏത് മെട്രിക്സ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്, ബാക്കിയെല്ലാം 0 ആണെങ്കിൽ ഡയഗണൽ മെട്രിക്സ്.
ഇനി ഡയഗണലിലത്തെ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്കേലാർ മെട്രിക്സ്. ഇനി ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 വരികയാണ്, ബാക്കി എല്ലാം 0 ആണെങ്കിൽ അത് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് നമുക്കൊരു സീറോ മെട്രിക്സ് ഉണ്ട്. അപ്പൊ എന്താ സീറോ മെട്രിക്സ്? ആ പേര് പോലെ തന്നെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. കണ്ടോ, 2/2. ഇതിൽ നമുക്ക് സ്ക്വയർ വേണമെന്നൊന്നുമില്ല. നമ്പർ ഓഫ് റോസും കോളംസും ഒക്കെ വേറെ വേറെ വരാം, 2/3 അങ്ങനെയൊക്കെ വരാം. പക്ഷെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? 0 ആണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സീറോ മെട്രിക്സ് എന്ന് പറയണത്. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായോ ഏതൊക്കെ മെട്രിക്സുകൾ ഉള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. നമുക്ക് ചില സമയത്ത് ഇത് ഇങ്ങനെ ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ആ ഒരു മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാന്നുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിസസ് ആണ്. ഈക്വാലിറ്റി ഓഫ് മെട്രിസസ്, അതായത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണോ? എയും ബിയും രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അത് ഈക്വൽ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. ആ രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആയിരിക്കണം. ഒരു 2/3 ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് തന്നെ ആയിരിക്കണം? ഒരു 2/3 മെട്രിക്സ് തന്നെ ആയിരിക്കണം. ഇനി അതിലുള്ള ഓരോ എലമെന്റും ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അപ്പൊ എയിലുള്ള ഓരോ എലമെന്റും ബിയിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് വരുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് വൺ, അതായത് A11 എന്ന പൊസിഷനിൽ കിടക്കുന്നത്, ഈ രണ്ടാമത്തെ മെട്രിക്സിലെ A11 എന്ന് പറഞ്ഞ പൊസിഷനിൽ കിടക്കുന്ന ഈ രണ്ട് എലമെന്റ്സുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, 2 3 0 1. ഇവിടെയും അത് തന്നെയാണ്, 2 3 0 1. ഓർഡർ സെയിം ആണ്, 2/2 മെട്രിക്സ് ആണ്. എല്ലാ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം? ഈക്വൽ മെട്രിസസ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കിയേ, 3 2 0 1, ഇവിടെ 2 3 0 1. ഓർഡർ സെയിം ആണ്, പക്ഷെ കറസ്പോണ്ടിങ് എലമെന്റ് അവിടെ ഈക്വൽ അല്ല. പക്ഷെ എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ട്. ഇപ്പൊ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. പക്ഷെ ഈ രണ്ട് എലമെന്റ്സ് ഇവിടെ ഓർഡർ, ഇതിന്റെ പൊസിഷൻ ശരിയല്ല അല്ലെ. ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 2 ആണ്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ നോക്കിയേ, XYZABC അത് ഈക്വൽ ടു ഈ ഒരു മെട്രിക്സിന് ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാൻ പറ്റും? -1.5. അതുപോലെ y എന്ന് പറയുന്നത് 0 ആണ്. കണ്ട, വൈയുടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ 0 കിടക്കുന്നത്. അതുപോലെ Z എന്ന് പറയുന്നത് 2 ആണ്, A എന്ന് പറയുന്നത് √6 ആണ്, B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈക്വൽ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് അവിടെ ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇതിന്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള 2-3 എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 4. ഇപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് ഓൾറെഡി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ട് കുറച്ച് ABCXYZ ഇതിന്റെ എല്ലാം വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ എലമെന്റ് എന്താണ് അവിടെ തന്നിരിക്കണേ? X+3. X+3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണുള്ളത്? രണ്ടാമത്തെ മെട്രിക്സിൽ 0 ആണ്. അപ്പൊ X+3 = 0 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? X = ഈ +3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -3. അതായത് 0 -3, അതായത് -3. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Z+4 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 6 ആ തന്നിരിക്കണം. അപ്പൊ Z+4 = 6. അപ്പൊ നമുക്ക് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. Z = 6 +4 ഇങ്ങോട്ട് വരുമ്പോൾ -4 ആവും. 6 - 4 = 2. അപ്പൊ സെഡിന്റെ വാല്യൂ 2 ആണ്. ഇനി അടുത്ത് നോക്കിയേ, 2y - 7 = 3y - 2. 2y - 7 = 3y - 2. അപ്പൊ നമുക്ക് വൈയുടെ ടേമുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 2y, ഈ 3y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -3y ആവും. ഈ -2 ഇവിടെ നിർത്താം. -7 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +7. 2y - 3y -y ആണ്. -2 + 7 5 ആണ്. അപ്പൊ -y = 5 ആണെങ്കിൽ y = -5 ആണ്. അപ്പൊ അത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് -6. ഇവിടെയും കറസ്പോണ്ടിങ് -6 ആണ്. പിന്നെ A - 1 = -3 എന്നാ തന്നിരിക്കണേ. അപ്പൊ A - 1 = -3. അപ്പൊ A = -3. ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. അപ്പൊ -3 + 1 -2. അപ്പൊ എയുടെ വാല്യൂ എന്ത് കിട്ടി? -2. ഇനി നമുക്ക് ഇവിടെ 0 ആണ്. ഇവിടെ 2c + 2 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2c + 2 = 0.
അപ്പോൾ 2c is equal to -2. അപ്പോൾ c is equal to -2 divided by 2, അതായത് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് b ആണ് കിട്ടാനുള്ളത്. ബിയുടെ നമുക്ക് ഇതേപോലെ b-3 ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത് 2b + 4. അപ്പം b-4 is equal to 2b എത്രയായിരുന്നു b-3 ആണ്. b-3 is equal to 2b + 4. ഇവിടെ b-3 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബി ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ b-2b 4 -3 അങ്ങോട്ട് പോകുമ്പോൾ +3 ആയി. അപ്പൊ ഇവിടെ b-2b എന്ന് പറയുന്നത് -b 4 + 3 7. അപ്പൊ b is equal to നമുക്ക് എന്ത് കിട്ടി -7 കിട്ടി. കണ്ടോ, അങ്ങനെ നമ്മൾ എല്ലാത്തിന്റെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ XYZ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ 5 ആണ്. അവിടെ നമുക്ക് ABCD ഈ 4 എണ്ണത്തിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് 2 മെട്രിക്സുകൾ ഇവിടെ ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എടുക്കുകയാണ്. 2a + b is equal to 4. അതുപോലെ a-2b is equal to -3. അപ്പൊ ഇവിടെ നമുക്ക് എയും ബിയും മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ സോൾവ് ചെയ്താൽ കിട്ടുമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് 2 അൺനോണും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ സോൾവ് ചെയ്യണം. അങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെയും സിയും ഡിയും മിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ 2 ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് സിയും ഡിയും ഇതുപോലെ സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a + b is equal to 4. 2a + b is equal to 4. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a-2b is equal to -3. a-2b is equal to -3. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ഒന്നുകിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് 2a വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇതിനെ നമുക്ക് b ആണ്, ഇവിടെ -2b ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 2b വരും. എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. അപ്പൊ 2 2s are 4a + 2b is equal to 8. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ അതേപോലെ തന്നെ എഴുതാൻ പോവുക. അപ്പൊ a-2b is equal to -3. ഇനി ഞാൻ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ? കാരണം ഇവിടെ +2b -2b ആണ്. അപ്പൊ 4a + a 5a. ബിയുടെ ടേം ക്യാൻസൽ ആയി പോയി. 8 - 3 5. അപ്പൊ a is equal to എന്ത് കിട്ടി? 5/5 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ 1 കിട്ടി. ആ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ 1 - 2b is equal to -3. അപ്പം 1 -3 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ +3 -2b അങ്ങോട്ട് പോകുമ്പോൾ +2b ആവും. അപ്പൊ 4 is equal to 2b. അപ്പം b is equal to 4 divided by 2, അതായത് 2 എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 1 എന്നും ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്നും കിട്ടി. എ ഇവിടെ 1ഉം ബി ഇവിടെ എന്താണ്? 2 ആണ്. ഇതേപോലെ നമുക്ക് സിയും ഡിയും സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ നോക്കിയേ, നമുക്ക് സിക്ക് ഇവിടെ 2 ഇക്വേഷൻ ഉണ്ടാക്കാം കേട്ടോ. 5c - d ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? തേർഡ് എലമെന്റ് 11 ആണ്. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അതുപോലെ അടുത്തത് 4c + 3d ഇസ് ഈക്വൽ ടു അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 24 ആണ്. അപ്പൊ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ നോക്കിയാൽ ഈ ഇക്വേഷൻ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 3d വരും. അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 3d -3dയും ഇത് +3d ആവും. അപ്പൊ അതവിടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? സിയുടെ വാല്യൂ 3 എന്നും ഡിയുടെ വാല്യൂ 4 എന്നും കിട്ടും. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ എയും ബിയും സോൾവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഇക്വേഷനും സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആയിരുന്നു, അതേപോലത്തെ ഈക്വാലിറ്റി ഓഫ് മെട്രിസസ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിന്റെ എക്സസൈസ് 3.1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ പ്ലേലിസ്റ്റിലെ
12th മാത്സിന്റെ മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എല്ലാത്തിനെയും ഡീറ്റെയിൽഡ് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പം എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്